KSRTCയിൽ വരുന്ന മറ്റൊരു അപ്ഡേഷനാണ് ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതായത് മാനുവലായിട്ടുണ്ടായിരുന്ന രീതി മാറി ഇനി മുതൽ ഗതാഗത മന്ത്രിക്കോ CMDക്കോ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഇനി വണ്ടി ഓടിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതിനൊരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതിനെ ഫോളോ ചെയ്തായിരിക്കും ഇനി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അതും ഒരു റെവല്യൂഷനായിരിക്കും. അത് നിലവിൽ വരണമെന്നാണ് മന്ത്രി പറയുന്നത്. ഒരു KSRTCക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. KSRTCയുടെ സ്പെയർ പാർട്സ് പർച്ചേസിങ്, സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കിയ ഈ സോഫ്റ്റ്വെയർ ചോദിക്കുകയാണ്. നമ്മളുണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചൊരു സോഫ്റ്റ്വെയറാണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ട ഞാൻ തന്നെയാണ്. അപ്പോൾ ആ സാധനം ഇന്ന് ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. ഈ സോഫ്റ്റ്വെയറിൽ ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നിടം മുതൽ സെൻട്രൽ വർക്സിലെ സ്റ്റോറിൽ ഇറങ്ങുന്നിടം മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നവരുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് പോകും. ഓരോ സ്റ്റേജിലും ഈ പാർട്സ് എവിടെ ഇരിക്കുന്നു, ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ. പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നതും ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും. മനുഷ്യൻ്റെ സഹായമില്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏത് കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ഇനി ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും. അതിൻ്റെ ചെക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടാവില്ല. ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മളൊരു ദിവസം 10 ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ലക്ഷം രൂപ എന്നൊരു കോളത്തിലടിച്ചാൽ ഇന്ന കമ്പനികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തേക്കും എന്നത് പറയും. ആ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മാനുവലായിട്ടുള്ള ഒരു പരിപാടിയും ഉണ്ടാവില്ല. അതിൻ്റെ ലിസ്റ്റ് എടുത്ത് അതായത് ഇപ്പോൾ ചില പാർട്സുകൾ പോകുന്നേ ഇല്ല, അതിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എടുത്ത് ലേലം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പഴയ വിലയ്ക്ക് കൊടുക്കാനേ വെക്കൂ. കാരണം അത് ഡെഡ് സ്റ്റോക്കാണ് നമ്മൾ. പിന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. ഇതിന് കണക്കുണ്ട്. സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത്, പിന്നെ ഫാസ്റ്റായിട്ട്. ഇപ്പോൾ ടയർ വളരെ വേഗത്തിൽ വേണം, ടയറിൻ്റെ ത്രെഡ് മെറ്റീരിയൽ വളരെ വേഗത്തിൽ വേണം. അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും. ഫ്യൂവൽ എല്ലാ ദിവസവും പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രയോറിറ്റി നിശ്ചയിച്ചായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്. പേയ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റും വരും. ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തിട്ടാണ്. ബസ്സിൻ്റെ ഷെഡ്യൂളിങ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാൻ പോകണം. അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ CMDക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇനി വണ്ടി ഓടിക്കാൻ പോകില്ല. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അതും ഒരു റെവല്യൂഷനായിരിക്കും. അത് നിലവിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും GPS-ൻ്റെ പ്രശ്നമുണ്ട്. ഇതും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ്. ആളുകൾ വരണം. പല കമ്പനികൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അവർ വരണം. അതൊരു വളരെ റെവല്യൂഷനായിരിക്കും. മനുഷ്യനായിരിക്കില്ല, AI സംവിധാനത്തോടു കൂടിയ ഒരു സോഫ്റ്റ്വെയറാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനായിരിക്കില്ല KSRTC ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി. ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും. അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട്. വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം. ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭമാണ്. ഉച്ച സമയത്ത് ആരും ഇല്ലാത്തപ്പോൾ വണ്ടി വേണ്ടാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഡെഡ് മൈലേജ് ഓടില്ല, ടയർ തേയില്ല, ഡീസലും പോകില്ല. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി നിന്നാലും അവർ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ നഷ്ടം അതിനേക്കാളും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അത്രയിൽ മാക്സിമം ഇതൊരു സയൻറ്റിഫിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു KSRTC പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂഡ് മെക്കാനിസത്തിലാണ്. അത് മാറിയിട്ടൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. അതുപോലെ തന്നെ KSRTCയുടെ ജീവനക്കാരോടാണ് പറയുന്നത്, ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാവരും നമുക്കെന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കും. എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കണം. വേറെ എല്ലാം പിന്നെ ചെയ്യാം. നോമിനിയുടെ പേര് നിർബന്ധമായിട്ട് അറിയിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനം എടുത്തിട്ട് ബാങ്കിനെ അറിയിക്കാൻ ഒരു ലിങ്ക് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ട്രേഡ് യൂണിയൻസും ശ്രദ്ധിക്കുക. ജീവനക്കാരെ കൊണ്ട് ആ ലിങ്കിലടിച്ചിട്ട് 1500 രൂപ അടച്ചാൽ 2 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ ചികിത്സ ഫ്രീ ഉണ്ട്. ഭാര്യയ്ക്കും 2 പിള്ളേർക്കും, ഒരു വീട്ടിലെ 4 പേർക്കാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തുക. ഞാൻ മരിക്കില്ല, എനിക്ക് കുഴപ്പമില്ലാന്ന് തീരുമാനിക്കരുത്.
നിങ്ങൾ ആരുടെ നോമിനി, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനിയായിട്ട് വയ്ക്കാം. ആ നോമിനി പക്ഷേ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പഴയ ഗതി തന്നെ, ഇതൊന്നും കിട്ടില്ല. ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിരിക്കും. ദയവ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണ്ട.